എസ് ബി ഐയുടെ പ്രൊബഷണറി ഓഫീസറിന്റെ ആ ഒരു പോസ്റ്റിലേക്ക്, പിന്നെ എസ് ബി ഐയുടെ ക്ലർക്ക്, നമ്മൾ അതിനെ ജൂനിയർ അസോസിയേറ്റ് എന്നും പറയാറുണ്ട്. എസ് ബി ഐയുടെ ജൂനിയർ അസോസിയേറ്റ് സിമ്പിൾ ആയിട്ട് എസ് ബി ഐയുടെ ക്ലർക്കിന്റെ പോസ്റ്റ് ആണ് അത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസും കവർ ചെയ്ത് പിന്നെ ബാക്കിയുള്ള ഏരിയാസും കവർ ചെയ്ത് ഈ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് നമ്മളുടെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളത് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഈ പറയുന്ന 30 ക്വസ്റ്റിനിൽ നമുക്കൊരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കണം. ഒരു മിനിമം കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം IPSന്റെ ഒരു എക്സാം ആണെങ്കിൽ ഇപ്പം 30 നമുക്ക് ചിലപ്പോൾ ഒരു 12 ആയിരിക്കും ഇവിടെ പറയുന്നത്. നമ്മൾ ലെസ് ദാൻ 20% പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ആവുന്നുണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഏകദേശം നമ്മളൊരു എത്ര 72% അല്ലെ, ഏകദേശം റഫ്ലി നമ്മളൊരു ഹായ് വെൽക്കം ടു എൻട്രിയ. നമ്മുടെ ബാങ്ക് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ RRBയുടെ എക്സാംസ് കഴിഞ്ഞായിരുന്നു, നമ്മുടെ IPSന്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വരാതിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാമാണ്, ബാങ്ക് ആസ്പിറൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ SBIയുടെ ക്ലർക്കിന്റെ എക്സാമും അതുപോലെ തന്നെ നമ്മുടെ SBIയുടെ POയുടെ എക്സാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാംസ് യൂഷ്വലി നമുക്ക് വിളിക്കുന്നത് ഒരു സെപ്റ്റംബർ ടു ഡിസംബറിന്റെ ഇടയ്ക്കാണ് നമുക്ക് വിളിക്കുന്നത്. യൂഷ്വലി എക്സാംസ് കണ്ടക്ട് ആവുന്നത് നവംബർ ടു ജനുവരിയുടെ ഇടയ്ക്കാണ് കണ്ടക്ട് ആവുന്നത്. അപ്പം നമുക്ക് ഇനി നോക്കിയാലും ഏകദേശം ഒരു 2 മാസത്തോളം നമുക്ക് സമയമുണ്ട് നമ്മുടെ ഈ വരാതിരിക്കുന്ന ആ ഒരു എക്സാംസിന് വേണ്ടി. ലൈക്ക് നമ്മുടെ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ മോസ്റ്റ്ലി സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വന്നാൽ പോലും നമുക്ക് എക്സാംസ് യൂഷ്വലി നവംബർ ഡിസംബറിലാണെങ്കിൽ നമുക്ക് ഏകദേശം 2-2.5 മാസത്തോളം നമുക്ക് സമയം വരുന്നുണ്ട് ആ ഒരു എക്സാം കണ്ടക്ട് ആവാൻ വേണ്ടി. സോ അത്യാവശ്യം നമുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഇനി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു എക്സാം നല്ലപോലെ എഴുതാൻ വേണ്ടി, ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ IPSന്റെ എക്സാംസും RRBയുടെ എക്സാംസ് ഒക്കെ നല്ലപോലെ എഴുതിയവർക്ക് വരാതിരിക്കുന്ന എക്സാം, ഈ ഒരു SBIയുടെ എക്സാം വളരെ നല്ലപോലെ തന്നെ എഴുതാൻ പറ്റും, കുറച്ചുകൂടി നല്ല ഒരു ബെറ്റർ പ്രിപ്പറേഷൻ വഴി. അപ്പോൾ അതിനെ എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ എന്ന് വിഷയമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു SBIയുടെ എക്സാംസിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ്പെഷ്യലി SBIയുടെ എക്സാംസിന് വേണ്ടി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഈ വർഷമൊക്കെ പാസ് ഔട്ട് ആയിട്ട് ഈ ഒരു എക്സാം ഫീൽഡിലേക്കൊക്കെ ആദ്യമായിട്ട് വരുന്നവർ, ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് തുടങ്ങിയവർ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ ഒരു എക്സാമിനെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും, ഈവൻ നേരത്തെ തൊട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പോലും അവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, അങ്ങനെ അതിൻ്റെ പോലെ പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് SBI എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഡാറ്റ ആ സെഷനിലേക്ക് പോവാം നമുക്ക്. സോ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു SBIയുടെ വേക്കൻസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ SBI തന്നെ നമ്മുടെ SBIയുടെ ചെയർമാൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് നമ്മുടെ ഈ വർഷം നമ്മുടെ ഒരുപാട് ന്യൂ ഫേസസിനെ നമ്മുടെ ഈ ഒരു SBIയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഓൾറെഡി നമ്മുടെ SBI ഈ ഒരു ഹയറിംഗ് വഴി കൊണ്ടുവരും എന്നുള്ളത് SBIയുടെ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം റഫ്ലി ഒരു 12,000-ഓളം ന്യൂ റിക്രൂട്ട്സിനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി നമ്മുടെ SBI റിക്രൂട്ട്മെന്റ്സ് നോക്കിയാൽ പോലും ഒരു വർഷം ക്ലർക്കും PO മാത്രം നോക്കുവാണെങ്കിൽ, നമ്മുടെ SBIയുടെ ക്ലർക്കും POയുടെയും ആ ഒരു വേക്കൻസീസ് മാത്രം നോക്കുവാണെങ്കിൽ പോലും ഏകദേശം ഒരു 10,000+ വേക്കൻസിക്കാണ് എല്ലാ വർഷവും വിളിക്കുന്നത്, രണ്ടും കൂടി ചേർത്ത്. അപ്പോൾ 12,000 എന്ന് പറയുന്നത് ഒരു പോസിബിൾ നമ്പറാണ്, ബിക്കോസ് അതിൽ നിന്ന് ഒരുപാട് കൂടുന്നില്ല, അത് ജസ്റ്റ് 2,000 കൂടുന്നുള്ളൂ. സോ ഈ ഒരു എന്താ പറയുക നമ്പേഴ്സ് നമ്മുടെ SBIയുടെ ചെയർമാൻ തന്നെ നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് SBIയുടെ എക്സാംസിന് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, SBI മെയിൻലി എല്ലാ വർഷവും വിളിക്കുന്നത് മെയിൻലി 3 എക്സാമിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഒന്ന് SBIയുടെ പ്രൊബഷണറി ഓഫീസറിന്റെ ആ ഒരു പോസ്റ്റിലേക്ക്, പിന്നെ SBIയുടെ ക്ലർക്ക്, നമ്മൾ അതിനെ ജൂനിയർ അസോസിയേറ്റ് എന്നും പറയാറുണ്ട്. SBIയുടെ ജൂനിയർ അസോസിയേറ്റ് സിമ്പിൾ ആയിട്ട് SBIയുടെ ക്ലർക്കിന്റെ പോസ്റ്റ് ആണത്. പിന്നെ SBIയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റ് SO പോസ്റ്റിലേക്കും വിളിക്കാറുണ്ട്. അപ്പോൾ അത് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന ഒരു എക്സാം ആണ് SBIയുടെ ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. സോ മെയിൻലി ഈ ഒരു 3 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് SBI എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് തന്നെ, ലൈക്ക് ഒരു വിട്ടുപോകാതെ എല്ലാ വർഷവും കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്ന 3 എക്സാംസ് ആണ് ഈ ഒരു എക്സാംസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നവംബർ ടു നമ്മുടെ ഒരു ജനുവരിയുടെ ഇടയ്ക്കാണ് നമുക്ക് അതിന്റെ പ്രിലിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ നമ്മുടെ മെയിൻസിന്റെ എക്സാംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ വേക്കൻസിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും വേക്കൻസി ഒക്കെ കാണുമോ, ഈ 12,000 അല്ലെങ്കിൽ 10,000 ഒക്കെ പറയുന്ന വേക്കൻസി ഒക്കെ ശരിക്കും ഉള്ളതാണോ?
നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നത് എസ് ബി ഐയുടെ പിഒയുടെ പ്രീവിയസ് ഇയർ ഇതുവരെ വിളിച്ചിട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റ് ആണ് കാണുന്നത്. അതും കഴിഞ്ഞ വർഷത്തെയോ അതിന്റെ മുമ്പത്തെ വർഷത്തെയോ മാത്രമല്ല, കഴിഞ്ഞ ഒരു 6-7 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 5-6 വർഷത്തോളം എങ്കിലും വിളിച്ചിട്ടുള്ള ഒരു വേക്കൻസിയുടെ ലിസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. എസ് ബി ഐ യൂഷ്വലി പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 2000 എന്നുള്ള 2000 എന്നുള്ള നമ്പർ തന്നെയാണ് യൂഷ്വലി എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ 2018, 19 അതുപോലെ തന്നെ 20 നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 2000 വേക്കൻസിക്കാണ് വിളിച്ചിട്ടുള്ളത്. 2021 2056 വേക്കൻസിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അഗെയിൻ 2023 2000 വേക്കൻസീസ് ആണ്. സോ 2024 നമുക്ക് ഒട്ടും കുറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് വേക്കൻസീസ് എത്ര കാണും? ഡെഫിനറ്റ്ലി 2000 കാണും എന്നുള്ളതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. 2000 വേക്കൻസിക്ക് എന്തായാലും എസ് ബി ഐയുടെ പിയുടെ ആ ഒരു റിക്രൂട്ട്മെന്റ് എല്ലാ വർഷവും വിളിക്കുന്ന പോലെ തന്നെ വരും. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു ബാങ്കും വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കാണ്. ഒരുപാട് പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് എസ് ബി ഐയുടെ ചെയർമാൻ ആ ഒരു ഈ വട്ടം ഒരുപാട് ന്യൂ ഫേസസിനെ റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞതും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു 2000 ഇപ്പോൾ ഒരുപാട് കൂടിയാലും മേ ബി എന്താ പറയുക ഒരു 2200 or 2300 ഒക്കെ നമുക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു മാക്സിമം 2500 വരെയൊക്കെ പോകുമായിരിക്കും. ഒരുപാട് വലിയൊരു ഹ്യൂജ് വേക്കൻസിയിലേക്കൊന്നും ഒരിക്കലും പോകത്തില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു റേഞ്ചിന്റെ അടുത്ത് തന്നെ ആയിരിക്കും നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബി ഐയുടെ ആ ഒരു പിഒയുടെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഈ ഒരു 2000 വേക്കൻസി എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ എസ് ബി ഐയുടെ ക്ലർക്കിന്റെ വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ പറ്റും. 2019 9086 വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. 2020 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8308 2021 5454 2022 5486 പിന്നെ അഗെയിൻ 2023 8283 വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. നമ്മൾ ആ വേക്കൻസീസ് ഒക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. 2022 and 2021 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേക്കൻസി കുറച്ച് കുറവാണ്. അറൌണ്ട് 5500 അടുപ്പിച്ചുള്ള ഒരു വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും എസ് ബി ഐയുടെ ക്ലർക്കിന്റെ ഒരു റിക്രൂട്ട്മെന്റ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8000 വേക്കൻസി, പിന്നെ ജനറൽ ഒരു ആവറേജ് ആംഗിൾ പറയുകയാണെങ്കിൽ ഒരു 8000 വേക്കൻസിയാണ് എസ് ബി ഐയുടെ ക്ലർക്ക് എപ്പോഴും വിളിക്കുന്ന, യൂഷ്വലി കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു വേക്കൻസിയുടെ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കൗണ്ട് വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ എസ് ബി ഐയുടെ പിഒയുടെ കേസിൽ 2000 എന്ന് പറഞ്ഞു. ക്ലർക്കിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജനറൽ ഫോളോ ചെയ്യുന്ന പാറ്റേൺ നോക്കിയാൽ പോലെ 8000 ഉണ്ട്. സോ ഇത് രണ്ടുകൂടി വെറുതെ ആഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം വേക്കൻസി വരുന്നുണ്ട്? 10,000 വേക്കൻസീസ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 8200 അല്ലെങ്കിൽ ഇവിടെ 8300 ഇവിടെ 9000 ഉണ്ട്. സോ ഈവൻ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂടെ ഇനിയൊരു 300 to 500 വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. മേ ബി അപ് ടു 1000 വരെ കൂടാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അപ് ടു ആ ഒരു 1000 വരെ നമുക്ക് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ പിന്നെ എസ് ബി ഐയുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അതും അഗൈൻ 300 to 400 വേക്കൻസിക്കൊക്കെയാണ് അത് വിളിക്കുന്നത്. അതൊരു ഹ്യൂജ് വേക്കൻസിക്ക് ഒന്നും അല്ല വിളിക്കുന്നത്. സോ നമുക്ക് ഈ പറയുന്ന പോലെ എങ്ങനെയായാലും നമുക്കൊരു 11,000 to 11,500 വേക്കൻസി നേരത്തെ ആ ഒരു എസ് ബി ഐയുടെ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 12,000 അടുത്തുള്ള ഒരു നമ്പർ വരെയുള്ള വേക്കൻസിക്ക് എന്തായാലും വിളിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈവൻ 10,000 വേക്കൻസി എല്ലാ വർഷവും വിളിക്കുന്നതാണ്. അപ്പോൾ 10,000 നിന്ന് 12,000 എന്ന് പറയുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഇല്ല. ഈവൻ 10,000 പ്ലസ് എല്ലാ വർഷവും വിളിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 2000 റഫ്ലി 2000 വേക്കൻസി ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ എന്തായാലും നിങ്ങൾക്ക് 10,000 വേക്കൻസി, അതും എസ് ബി ഐ, നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഡ്രീമാണ് അതെന്ന് പറയുന്നത്. ആർ ബി ഐ കഴിഞ്ഞാൽ അടുത്ത എസ് ബി ഐ ആണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അത്രയും നല്ലൊരു ഹ്യൂജ് വേക്കൻസിക്കാണ് എസ് ബി ഐ എല്ലാ വർഷവും വിളിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. വളരെ നല്ല സാലറി പാക്കേജ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ക്ലർക്ക് ആയാലും പി ഒ ആണെങ്കിൽ പോലും. പിന്നെ അത് കൂടാതെ ഒരുപാട് അലവൻസുകൾ, ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ എസ് ബി ഐയുടെ എക്സാംസിൽ, എസ് ബി ഐയുടെ ആ ഒരു ജോബിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വേക്കൻസിയുടെ കാര്യം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതൊരു ജസ്റ്റ് നമ്മൾ ചുമ്മാ കേൾക്കുന്ന ഒരു നമ്പർ അല്ല. യൂഷ്വലി എല്ലാ വർഷവും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ വെച്ച് പറഞ്ഞാൽ പോലും നമുക്ക് അവിടെ മിനിമം 10,000 എന്ന് പറഞ്ഞൊരു നമ്പർ എന്തായാലും വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ നമുക്ക് വളരെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു വേക്കൻസി ഈ വർഷവും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ, ഇനി അതിന്റെ സാലറിയിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയാണ് എസ് ബി ഐയുടെ ഈ ഒരു ക്ലർക്കിന്റെയും പിഒയുടെയും സാലറി വരുന്നത്? എസ് ബി ഐയുടെ ക്ലർക്കിന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 37,000 പ്ലസ് ആണ് സാലറി വരുന്നത്. 37,000 പ്ലസ് സാലറി ആണ് വരുന്നത്. ഡെഫിനറ്റ്ലി സിറ്റി ടു സിറ്റി ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. പിന്നെ അലവൻസുകളുടെ അനുസരിച്ച് പിന്നെയും ചെറിയ വേരിയേഷൻ വരും. ബട്ട് അറൌണ്ട് 37,000 വേക്കൻസി 37,000 റുപ്പീസിനാണ് നമുക്ക് അവിടെ സാലറി വരുന്നത്. എസ് ബി ഐയുടെ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ അസോസിയേറ്റ് ആണെങ്കിൽ. അതേ സ്ഥലത്ത് എസ് ബി ഐയുടെ പി ഒ ആണെങ്കിൽ അറൌണ്ട് ഒരു 70,000 അല്ലെങ്കിൽ 67,000 അറൌണ്ട് ഒരു 70,000 അടുപ്പിച്ചുള്ള ഒരു പേ ആണ് നിങ്ങൾക്ക് എസ് ബി ഐയുടെ പ്രൊബേഷണറി ഓഫീസർ പി ഒ പോസ്റ്റിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ എസ് ബി ഐയുടെ നമ്മുടെ ഒരു മന്ത്ലി സാലറിയെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു 67,000 എന്ന് പറയുന്നത്. നമ്മൾ അവിടുത്തെ ഒരു ഫാക്ട്സ് നല്ലപോലെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് കൂടാതെ അവിടെ ഒരുപാട് ആക്ച്വലി അലവൻസുകൾ വരുന്നുണ്ട്. ചില അലവൻസുകൾ ഇതിപ്പം 67,000 എന്ന് പറയുന്നത് നമ്മുടെ ഈ
ഈ ഒരു മന്ത്ലി അലവൻസുകളെല്ലാം കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന ആ റേഞ്ച് വരുന്നത്. പക്ഷേ ഇത് കൂടാതെ ചില ക്വാർട്ടർലി അലവൻസുകളുണ്ട്, ചില ആനുവൽ അലവൻസുകളുണ്ട്, ചില ഹാഫ് ഇയർലി അലവൻസുകളുണ്ട്. ഇങ്ങനെ കുറെ അലവൻസുകൾ നമുക്ക് അവിടെ അഡീഷണൽ വരുന്നുണ്ട്. സോ ശരിക്കും ഒരു SBIയുടെ പിഒയുടെ സാലറി നോക്കുകയാണെങ്കിൽ, ഒരു വർഷത്തെ സാലറി നോക്കുകയാണെങ്കിൽ ഏകദേശം അതൊരു 12 lakhs എല്ലാ അലവൻസുകളും ഒരു വർഷം കിട്ടുന്ന ഈ ക്വാർട്ടർലി ഹാഫ് ഇയറിലേക്ക് കിട്ടുന്ന ആനുവലി കിട്ടുന്ന അലവൻസ് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു എമൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12 lakhs അടുപ്പിച്ച് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളതൊരു മന്ത്ലി ആംഗിളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റഫ്ലി നമുക്കത് 1 lakh rupees ആണ് നമ്മൾ ആസ് എ ആവറേജ് നോക്കി കഴിഞ്ഞാൽ വരുന്നത്. ഈവൻ സാലറി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആണെങ്കിൽ, ഈവൻ ഇത് പ്ലസ് ആണെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള ഈ അലവൻസ് ആനുവലി വരുന്ന അലവൻസ് എല്ലാം കൂടി ആനുവലിന്റെ അകത്ത് വരുന്ന എല്ലാ അലവൻസ് കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സാലറി ഏകദേശം ഒരു മാസം ഒരു ആവറേജ് ആക്കി കഴിഞ്ഞാൽ 1 lakhs വരുന്നുണ്ട്. സോ വളരെ നല്ലൊരു സാലറി കൂടിയാണ് നമ്മുടെ SBIയുടെ ഈ ഒരു പിഒയുടെ സാലറി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വരുന്നത്. ഇതേ ഒരു സ്ട്രക്ചർ എവിടെയും വരുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന SBIയുടെ ജൂനിയർ അസോസിയേറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലർക്കിന്റെ ആംഗിളിലേക്കും വരുന്നുണ്ട്. അലവൻസുകൾ അവിടെ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും ഇതേപോലെ തന്നെ ആനുവലി വരുന്ന അലവൻസുകൾ വേറെയും പലതും ഉണ്ട് നമ്മുടെ SBIയുടെ ക്ലർക്ക് ആണെങ്കിൽ പോലും. ഇപ്പോൾ പിഒയിലാണെങ്കിൽ അത് വളരെ നല്ലൊരു സാലറിയാണ് നമുക്ക് വരുന്ന ആ സോൾ ഒരു വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ ഇതാണ് സാലറി. സോ വളരെ നല്ലൊരു സാലറി ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അതൊരു മോട്ടിവേഷൻ ആണ് വരാതിരിക്കുന്ന ഈ ഒരു SBIയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ SBI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് RBI ആൻഡ് SBI ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആംഗിളിലേക്കും അതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം ആസ് എ ബിഗിനർ ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ എപ്പോഴായിരിക്കും. സോ ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ക്ലർക്കിനൊക്കെ ഒരു വേക്കൻസി വരുന്നത് യൂഷ്വലി നമുക്ക് ആ ഒരു നവംബറിലൊക്കെയാണ് കഴിഞ്ഞ വർഷം വിളിച്ചത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഒക്ടോബർ ടു നവംബർ എന്ന് നമുക്ക് പറയാം ക്ലർക്ക് PO ആ ഒരു നമുക്ക് എക്സാം അല്ല ആ ഒരു രജിസ്ട്രേഷൻ വരുന്നത്. സോ നമുക്ക് നവംബർ അതേപോലെ തന്നെ ഒക്ടോബർ ഈ ഒരു സമയത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കാണും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് ഡെഫിനറ്റ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കണം. സോ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എക്സാംസ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ മോസ്റ്റ്ലി അത് ആ ഒരു എക്സാംസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് നവംബർ ലാസ്റ്റോടെ അല്ലെങ്കിൽ ബിറ്റ്വീൻ ജനുവരി എന്ന് തന്നെ പറയാം. നവംബർ ടു ജനുവരി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഡിസംബർ ടു ജനുവരി ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഈ ഒരു പ്രിലിംസ് ഒക്കെ തന്നെ കണ്ടക്ട് ആവുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ലിസ്റ്റ് വരുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യാത്ത ഓരോ സബ്ജക്റ്റിന്റെയും വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ആസ് എ ബിഗിനർ. പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം സമയം ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഏത് എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു 3 മാസം ഈ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. സോ അത് നമ്മളുടെ ഷെഡ്യൂൾസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഷെഡ്യൂൾസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു 6 to 8 hours കണ്ടെത്താം, എങ്ങനെ കണ്ടെത്താം, ഒരു 5 to 6 hours എങ്ങനെ കണ്ടെത്താം, അതിൽ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് ഓരോ ദിവസം തീർക്കേണ്ടത്, എങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസും കവർ ചെയ്ത് പിന്നെ ബാക്കിയുള്ള ഏരിയാസും കവർ ചെയ്ത് ഈ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് നമ്മളുടെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളത് പ്രിപ്പയർ ചെയ്യണം. അതുകൂടാതെ കട്ട് ഓഫും ടാർഗറ്റും എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ എക്സാം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്, എത്രയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ടാർഗറ്റ് സ്കോർ എത്ര ക്രോസ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റും ഞാൻ എക്സാം ക്ലിയർ ചെയ്യും, ആ ഒരു സംഭവങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മോക്ക് ഏതൊക്കെയാണ്, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. മോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മോക്കിന്റെ സ്കോർ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്തറിഞ്ഞിരിക്കും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആൻഡ് ടാർഗറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് അറിഞ്ഞിരിക്കണം, എന്താണ് ടാർഗറ്റ് ഈ വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ആസ് എ ബിഗിനർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ രജിസ്ട്രേഷന്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു, അതുപോലെ എക്സാമിന്റെ ആ ഒരു പാറ്റേണോ അതിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് എക്സാം ഏകദേശം ഈ ഒരു ടൈമിലായിരിക്കും വരാൻ പോകുന്നത്. ഇനി റിമൈനിങ് താഴേക്കുള്ള സ്റ്റഡി പ്ലാൻ നമ്മുടെ ഒരു സെൽഫ് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ ഏജ് ലിമിറ്റ് എന്താണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ മാത്രമാണ്. ഇനി ഏജ് ലിമിറ്റിലേക്ക് വരുവാണെങ്കിൽ SBIയുടെ ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് യൂഷ്വലി നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്ന ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോട്ട് ബിലോ 20 ആൻഡ് നോട്ട് അബൌവ് 28 എന്നുള്ളതാണ് നമുക്ക് ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ 28 years വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വരുന്നത് ക്ലർക്കിന്റെ എക്സാം ആണെങ്കിൽ. പിന്നെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഗ്രാജുവേഷൻ
ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറയുന്നത്. സോ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ മാത്രം ഉണ്ടായിരുന്നാൽ മതി നമുക്ക് ഇതിന്റെ ഒരു എക്സാം എഴുതാൻ വേണ്ടി. പിന്നെ ഇത് കൂടാതെ ഏജിൽ വരുന്ന നമുക്ക് റിലാക്സേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, OBC ആണെങ്കിൽ 3 വർഷത്തെയും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു റിലാക്സേഷൻ എല്ലാ എക്സാംസിനും കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെയുള്ള അല്ലെങ്കിൽ എല്ലാ എക്സാമിനും ഉള്ള പോലത്തെ സെയിം റിലാക്സേഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇത് SBIയുടെ ക്ലർക്കിന്റെ കാര്യം. നമ്മൾ SBIയുടെ POയിലേക്ക് പോവുകയാണെങ്കിൽ SBIയുടെ POയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്ലർക്ക് 28 വയസ്സ് വരെ ആണെങ്കിൽ PO എന്ന് പറയുന്നത് നമുക്ക് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സോ 2 വർഷം കൂടി അഡീഷണൽ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല, ഗ്രാജുവേഷൻ മാത്രം മതി ഓഫീസർ ലെവൽ ഈ ഒരു പോസ്റ്റ് എഴുതാൻ വേണ്ടി. റിലാക്സേഷനും നമുക്ക് ഒരു വ്യത്യാസമില്ല, നേരത്തെ പറഞ്ഞ സെയിം റിലാക്സേഷൻ പാറ്റേൺ തന്നെയാണ് PO ആണെങ്കിലും ഫോളോ ആവുന്നത്. അപ്പോൾ ഒരു ഏജ് ലിമിറ്റ് ആംഗിളിൽ നോക്കുമ്പോൾ ക്ലർക്ക് ആണെങ്കിൽ 28 വയസ്സ് വരെയും PO ആണെങ്കിൽ നമുക്ക് 30 വയസ്സ് വരെയാണ് ആ ഏജ് ലിമിറ്റ് നമുക്ക് അവിടെ വരുന്നത്. സോ ഈ ഒരു ഏജ് റേഞ്ചിനകത്ത് നിൽക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിലാക്സേഷൻ ഉള്ളവരാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു റിലാക്സേഷൻ എക്സ്ട്രാ 3 years to 5 years നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ SBIയുടെ ക്ലർക്ക് ആണെങ്കിൽ ഇപ്പം ജൂനിയർ അസോസിയേറ്റ് ആണെങ്കിൽ അവിടെ മെയിൻലി 2 സ്റ്റെപ്സേ വരുന്നുള്ളൂ. ഒന്ന് പ്രിലിംസിന്റെ എക്സാം ആണ്. ഇപ്പോൾ ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്ലർക്കിന്റെ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസിന്റെ എക്സാം ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും മെയിൻസ് എക്സാമിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലർക്ക് ആണെങ്കിൽ പ്രിലിംസ് എക്സാമും കാണും, മെയിൻസ് എക്സാമും കാണും. വൺസ് ഇത് രണ്ടും അപ്പോൾ ക്ലർക്ക് പ്രിലിംസ് കഴിഞ്ഞ് അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് മെയിൻസിലേക്ക് പോകും. മെയിൻസ് ക്ലിയർ ആവുന്ന കാൻഡിഡേറ്റ്സ് പിന്നെ അവർക്ക് വരുന്നത് മെയിൻലി അവർക്ക് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ടെസ്റ്റ്. പക്ഷെ ആ ലാംഗ്വേജ് ടെസ്റ്റ് എല്ലാവർക്കും എഴുതണ്ട. നമ്മളിപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ താമസിച്ച് നമ്മുടെ സ്കൂളിംഗ് ഒക്കെ കേരളത്തിലായിരുന്നു. നമ്മൾ മലയാളം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഓൾറെഡി നമുക്ക് അറിയാം എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഡീറ്റെയിൽസ് നമ്മുടെ സ്കൂളിലെ 10th മാർക്ക് ഷീറ്റിൽ നമുക്ക് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലാംഗ്വേജിന്റെ ടെസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ഞാനിപ്പം ഒരു കർണാടകയിൽ പോയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാണ് ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ പോയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ തമിഴ്നാട്ടിൽ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എനിക്ക് പ്രിലിംസും മെയിൻസും കഴിഞ്ഞാൽ ഞാൻ അവിടെ ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഡെഫിനറ്റ്ലി പബ്ലിക്കുമായിട്ട് നല്ലൊരു എന്താ പറയുക, നമുക്ക് പബ്ലിക്കായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡയറക്റ്റ് ഇത് വരുന്നതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് നല്ലപോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്കിപ്പം തമിഴ് ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഒരു പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്കിപ്പോൾ ഈവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സ്കൂളിലെ സർട്ടിഫിക്കറ്റിൽ കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, നമുക്ക് അവിടെ അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സർട്ടിഫിക്കറ്റ്സിൽ കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും, ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സ്കൂളിന്റെ സർട്ടിഫിക്കറ്റിൽ കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. സോ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മുടെ യൂഷ്വൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഒക്കെയാണ് പിന്നെ നമുക്ക് അവിടെ ബാക്കി വരുന്നത്. അതേ സ്ഥലത്ത് SBIയുടെ PO ആണെങ്കിൽ നമുക്ക് അവിടെ പ്രിലിംസ് എക്സാം കാണും. അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും മെയിൻസിലേക്ക് പോകുന്നത്. ആൻഡ് മെയിൻസിലും സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് പിന്നെ എന്തുണ്ടായിരിക്കും, ഇന്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ ഓർ മേ ബി ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. വൺസ് അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ആണ് വരുന്നത്. നമുക്ക് അവിടെ ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് പോസ്റ്റിംഗ് എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മുടെ ആ റീജിയണൽ ലാംഗ്വേജ് എന്ന റാങ്കിൽ നമുക്ക് അവിടെ വരുന്നേ ഇല്ല. അത് ക്ലർക്കിന് മാത്രമാണ് നമുക്ക് അത് വരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സാമിന്റെ ഒരു പ്രോസസ്സ് പോകുന്നതെന്ന് നമുക്ക് പറയാം. ലൈക്ക് ആ ഒരു ഫേസ് 1 ഫേസ് 2 എക്സാംസ് ഒക്കെ കണ്ടക്ട് ആവുന്നത് ഇങ്ങനെ. അപ്പം ക്ലർക്കിന് ഒരു 2 സ്റ്റേജേ ഉള്ളൂ എന്ന് പറയാം. PO ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓഫീസർ ആണെങ്കിൽ അവിടെ ഒരു 3 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഓഫീസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഇന്റർവ്യൂ കൂടി അവിടെ അഡീഷണൽ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് എക്സാമിന്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ വരുന്നത്. ഇനി നമുക്ക് എക്സാമിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി അവിടെ 4 കാര്യങ്ങളാണ് വരുന്നത്. അതിപ്പോൾ ക്ലർക്ക് ആയാലും PO ആയാലും നമുക്ക് 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റിയും, അതുപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ, ജനറൽ അവയർനെസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതാണ് ഒരു സിലബസിന്റെ പാറ്റേണിലേക്ക് സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് ക്ലർക്കിന്റെ എക്സാം ആയാലും POയുടെ എക്സാം ആയാലും രണ്ടിന്റെയും സിലബസിൽ ഈ ഒരു 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മെയിൻസിലേക്ക് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ SBIയുടെ ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയ്ക്ക് എന്തുകൂടി കാണും, നമ്മുടെ നമ്മൾ ഏതിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിനനുസരിച്ച് ഇപ്പം നമുക്ക് അവിടെ ഒരു അഗ്രികൾച്ചർ ഇത് വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടുത്തെ നമ്മുടെ പ്രൊഫഷണൽ നോളജ് കൂടി നമുക്ക് അവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൂടി വരും നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിന്. അപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചർ, ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന IT അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ക്ലർക്കും POയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തിനു കൂടി പ്രിപ്പയർ ചെയ്യാം, SOന് കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സ്പെഷ്യലിസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിന് കൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് അവിടെ നമുക്ക് ഈ പറയുന്ന കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ബിക്കോസ് ഈ ഒരു
ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ക്ലർക്കോ പി ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓപ്പൺ ആണ്, എല്ലാ ഗ്രാജുവേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ കൂടിയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ആ ഒരു എക്സാമിന് കൂടി ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ബിക്കോസ് അവിടെ കോമ്പറ്റീഷൻ നേരത്തെ പറഞ്ഞല്ലോ കുറവായുണ്ട്. ഇനി നമ്മുടെ എക്സാമിന്റെ പാറ്റേണിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ക്ലർക്ക് ആണെങ്കിൽ ആ ഒരു ക്ലർക്ക് ആണെങ്കിലും പി ആണെങ്കിലും നമ്മുടെ ഈ പറയുന്ന എസ് ബി ഐയുടെ ഒരു പ്രിലിംസ് എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് 1 എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ റീസണിംഗ് എബിലിറ്റി, ഈ ഒരു 3 ഏരിയാസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിങ് അവയർനെസ്, ജനറൽ അവയർനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഈ പറയുന്ന ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി പ്രിപ്പയർ ചെയ്യാനുള്ള ഈ ഒരു 4 ഏരിയാസ് ആണ്. അതിൽ ഈ ഒരു 3 ഏരിയ നമുക്ക് ഈ പറയുന്ന ക്ലർക്കിനും വേണം, അതുപോലെ തന്നെ നമ്മുടെ പി ഒയ്ക്കും വേണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെയിം ക്ലർക്കിനും ആയാലും പി ഒക്ക് ആയാലും രണ്ട് സെയിം ആണ്. പക്ഷേ ഈ ഒരു ഏരിയ നമുക്ക് ഈ പറയുന്ന പ്രിലിംസിനും വേണം, അതുപോലെ തന്നെ മെയിൻസിനും വേണം. ക്ലർക്കിനും വേണം, പി ഒയ്ക്കും വേണം, അതിന്റെ പ്രിലിംസിനും വേണം, മെയിൻസിനും വേണം. പക്ഷെ ഈ ഒരു ഏരിയ നമ്മുടെ ഈ ബാങ്കിങ്, ഫിനാൻഷ്യൽ, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്ക് ഏതിന് മാത്രം മതി, മെയിൻസിന് മാത്രം മതി. പക്ഷെ അഗെയിൻ അതും നമ്മുടെ ഈ പറഞ്ഞ ക്ലർക്കിനും വേണം, അതുപോലെ തന്നെ പി ഒയ്ക്കും വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രിലിംസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു 3 സബ്ജക്റ്റും, മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു 4 സബ്ജക്റ്റും എന്നൊരു ആംഗിളിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഓവറോൾ നമ്മുടെ ഒരു എക്സാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ 4 സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പ്രിലിംസിന്റെ പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രിലിംസിന്റെ പാറ്റേണിൽ നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസും, നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 35ഉം, റീസണിംഗ് നിന്ന് 35 ക്വസ്റ്റ്യനുമാണ് വരുന്നത്. സോ ഓവറോൾ നമ്മൾ എല്ലാം കൂടി എടുക്കുമ്പോൾ 100 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്ന 1 മാർക്കാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം 1 മണിക്കൂറാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഓരോ സെക്ഷന് വേണ്ടിയും ഒരു സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷിന്റെ ആ ഒരു 30 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നത് 20 മിനിറ്റ് ആയിരിക്കും. ആ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് സ്വിച്ച് ആവും. അത് നമുക്ക് ഒരിക്കലും എക്സാമിന്റെ ഇടയ്ക്ക് ഒരു സെഷനിൽ നിന്നും വേറൊരു സെഷനിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു സെഷൻ വന്നാൽ അത് നമ്മൾ ആ 20 മിനിറ്റിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളത് കംപ്ലീറ്റ് ആയില്ലെങ്കിലും ടൈമർ തീരുമ്പോൾ 20 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത സെഷനിലേക്ക് സ്വിച്ച് ആവും. നമ്മൾ നേരത്തെ കഴിഞ്ഞാലും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സ്വിച്ച് ചെയ്യാൻ, അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു 20 മിനിറ്റ് സെക്ഷണൽ ടൈമിംഗ് എന്നൊരു ഫാക്ടർ കൂടി ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കാം. സോ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ആയാലും നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് ആയാലും നമ്മുടെ റീസണിംഗ് ആയാലും എല്ലാത്തിനും 20 മിനിറ്റ് വെച്ചാണ് കിട്ടുന്നത്. അങ്ങനെ 3 20 മിനിറ്റ് ചേർന്നിട്ടാണ് നമുക്ക് 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ആകുന്നത്. ഇനി നെഗറ്റീവ് ഉണ്ടോ? ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഉണ്ട്. നമുക്കവിടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1/4 ആണ് നെഗറ്റീവ് മാർക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ആൻസർ എഴുതുവാണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. നമ്മൾ തെറ്റാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ 0.25 ആയിരിക്കും നമ്മുടെ നെഗറ്റീവ് വരുന്നത്. 0.25 നമുക്കവിടെ നെഗറ്റീവ് വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രിലിംസിന്റെ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ വരുന്നത്. ഇനി അതേ സംഭവം മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ക്ലർക്കിന്റെ മെയിൻസിന്റെ എക്സാമും നമ്മുടെ പിയുടെ മെയിൻസിന്റെ എക്സാമും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ക്ലർക്കിന്റെ മെയിൻസിന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ക്ലർക്കിന്റെ മെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ 190 ക്വസ്റ്റ്യൻസും 200 മാർക്സും ആണ് വരുന്നത്. ആൻഡ് എക്സാമിന്റെ ഓവറോൾ ടൈമിംഗ് എന്ന് പറയുന്നത് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ഓരോ സെഷനിലും വരുന്ന ടൈമിംഗ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ ജനറൽ അവയർനെസ്സിൽ 50, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിൽ 40, ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡിൽ നിന്നും അതുപോലെ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റ്യൂഡിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമുക്ക് വരുന്നത്. അതിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ്, ആ സെക്ഷനും ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എസ് ബിയുടെ ക്ലർക്കിന്റെ എക്സാമിന് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, പക്ഷേ സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല. ഇപ്പൊ നിങ്ങളുടെ IBPSന്റെ എക്സാം എടുക്കുകയാണെങ്കിൽ ഓരോ സെക്ഷൻ നമുക്ക് ഓവറോൾ ഒരു കട്ട് ഓഫ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് കൂടാതെ സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഈ പറയുന്ന 30 ക്വസ്റ്റ്യനിൽ നമുക്കൊരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കണം. ഒരു മിനിമം കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം IPSന്റെ ഒരു എക്സാം ആണെങ്കിൽ ഇപ്പം 30 നമുക്ക് ചിലപ്പോൾ ഒരു 12 ആയിരിക്കും ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 8 മാർക്ക് ആയിരിക്കും പറയുന്നത്. അതുപോലെ റീസണിംഗ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 11 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സെക്ഷണൽ കട്ട് ഓഫ് നമുക്ക് എവിടെ ഉണ്ട്? IBPSന്റെ എക്സാംസിനുണ്ട്. പക്ഷെ ഇങ്ങനൊരു സെക്ഷണൽ കട്ട് ഓഫ് നമുക്ക് എവിടെ വരുന്നില്ല? SBIക്ക് വരുന്നില്ല. നമ്മുടെ IPSന് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്, സെക്ഷണൽ ടൈമിംഗും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന SBIയുടെ എക്സാമിന് വരുമ്പോൾ ഈ സെക്ഷണൽ കട്ട് ഓഫ് നമുക്കില്ല, പക്ഷേ സെക്ഷണൽ ടൈമിംഗ് നമുക്കുണ്ട്. അപ്പൊ ഇവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിംഗ് എബിലിറ്റിയും മൊത്തം എഴുതിയെന്ന് വിചാരിച്ചു. ഞാനിവിടെ 35 ഫുൾ എഴുതി, എല്ലാം ശരിയാണ്. ഇംഗ്ലീഷിൽ പക്ഷെ ഞാനൊരു 5 എണ്ണമേ എഴുതിയോളൂ എന്ന് വിചാരിച്ചു. ജസ്റ്റ് 5 എഴുതിയോളൂ എന്ന് വിചാരിച്ചു. എന്റെ കട്ട് ഓഫ് വരുന്നത് 70
2 ആണെങ്കിൽ എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കും? എനിക്ക് ഇവിടെ നിന്ന് 35, 70യും ഇവിടെ നിന്ന് ഒരു 5 കൂടി എടുക്കുമ്പോഴത്തേന് എനിക്ക് 75 മാർക്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കട്ട് ഓഫ് 72 ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എക്സാം ക്ലിയർ ചെയ്യും. പക്ഷേ ഇപ്പോൾ IBPS എക്സാമിലാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് നമുക്ക് ക്ലിയർ ചെയ്യത്തില്ല. ബിക്കോസ് നമുക്ക് ഈവൻ ദോ 75 മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇംഗ്ലീഷിന് ഈ പറയുന്ന ഒരു മിനിമം മാർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ എന്തായിരിക്കും, നമ്മൾ പുറത്തായി പോകും. നമുക്ക് അവിടെ സെലക്ട് ആവത്തില്ല. പക്ഷേ SBIയുടെ എക്സാം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലാത്ത കാരണം നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും 2 സബ്ജക്ട് ഫുൾ എഴുതിയിട്ട് ഒരു സബ്ജക്ട് നമ്മൾ കുറച്ച് എഴുതിയോളെങ്കിൽ പോലും നമുക്ക് ഓവറോൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം ഇല്ല. സോ അത് ക്ലിയർ ചെയ്യേണ്ടി വരുന്നില്ല നമുക്ക്. സോ അതും SBIയുടെ എക്സാമിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മെയിൻസിന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഇത് കണ്ടത്. ഇതിപ്പോ നമ്മൾ SBIയുടെ ക്ലർക്കിന്റെ മെയിൻസിന്റെ പാറ്റേൺ ആയിരുന്നു. അതുപോലെ തന്നെ SBIയുടെ POയുടെ മെയിൻസിന്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ചുകൂടി വലുതാണ്. നമുക്ക് അവിടെ 155 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ക്വസ്റ്റിന്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 200ഉം എക്സാമിന്റെ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും 3 മണിക്കൂറാണ് എക്സാം. നേരത്തെ നമുക്ക് എത്രയായിരുന്നു? 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് 3 മണിക്കൂറാണ് നമുക്ക് എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കൂടി ഉണ്ട്. നമുക്കത് essay റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്റർ റൈറ്റിംഗ് പോലത്തെ ആയിരിക്കും വരുന്നത്. പക്ഷെ അത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാലും ടൈപ്പിംഗ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ അവിടെ 2 എണ്ണം ആയിരിക്കും നമുക്ക് വരുന്നത്. 50 മാർക്ക് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. 30 മിനിറ്റ് ആണ് നമുക്ക് ആ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. സോ ഒരു ഗ്രാൻഡ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ എക്സാം 200ലും നമ്മുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ 50ലും, സോ മൊത്തം 250ലാണ് നമ്മുടെ SBIയുടെ POയുടെ മെയിൻസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതാണ് SBIയുടെ POയുടെ ഒരു എക്സാമിന്റെ പാറ്റേൺ, മെയിൻസിന്റെ എക്സാമിന്റെ പാറ്റേൺ. പ്രിലിംസ് രണ്ടിനെയും സെയിം ആണെങ്കിലും അതിന്റെ മെയിൻസിന്റെ പാറ്റേണിൽ ഡെഫിനറ്റ്ലി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്ക്, 1/4 ഓഫ് ദ നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് അവിടെയും വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ സെലക്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ SBIയുടെ ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ലോക്കൽ ലാംഗ്വേജിന്റെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് കൂടി നമ്മൾ ക്വാളിഫൈ ചെയ്യുക. അവിടെ മാർക്കില്ല, പക്ഷെ ക്വാളിഫൈ ആകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടാതെ തന്നെ ഒരു 1 ഇയറിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് നമ്മുടെ SBIനുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SBIയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം സെലക്ട് ആയ കാൻഡിഡേറ്റ്സ് കൂടാതെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ്, ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി അവിടെ ഉണ്ടായിരിക്കും. ആ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ഒരു വാലിഡിറ്റി 1 വർഷമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ ഈ 1 വർഷത്തിന്റെ അകത്ത് വെച്ച് ആ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യും, ആ പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യും. സോ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വരുന്ന മിക്കവാറും പേർക്കും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഈ പറഞ്ഞ ആ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ അവർക്ക് വിളിച്ച് അവർക്ക് ആ ഒരു ജോബ് കിട്ടാറുണ്ട്. ഈവൻ ആ ഒരു ആദ്യം തന്നെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പോലും ആ വെയിറ്റിംഗ് ലിസ്റ്റിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വരുന്ന ആ ഒരു വർഷത്തിന്റെ അകത്ത് വെച്ച് നമുക്ക് മിക്കവാറും പേർക്കും, ഒരു മെജോറിറ്റിക്കും ആ ഒരു എന്താ പറയുക വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ക്ലിയർ ആവുന്നുണ്ട്. വളരെ റയർ കേസിൽ മാത്രമേ ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് വന്നിട്ടും കിട്ടാതെ പോകുന്നവരുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും ടുവേർഡ്സ് എൻഡിലൊക്കെ ഉള്ള വരുന്ന ലിസ്റ്റിൽ അവസാനമൊക്കെ വരുന്നവർക്കായിരിക്കും ചിലപ്പം കിട്ടാതെ പോകുന്നത്. പക്ഷെ ഒരു മെജോറിറ്റിക്കും അവിടെ കിട്ടാറുണ്ടെന്ന് കൂടി അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് അത്യാവശ്യം പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, എത്രത്തോളം എത്തി, നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ളതായോ എന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ കട്ട് ഓഫ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ SBIയുടെ ക്ലർക്കിലേക്ക് വരും. ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്ന SBIയുടെ ക്ലർക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ സ്റ്റേറ്റ് വൈസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കേരള, തമിഴ്നാട് ആൻഡ് കർണാടക, ഞാൻ 3 സ്റ്റേറ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് കാൻഡിഡേറ്റ്സ് തമിഴ്നാടും കർണാടകയിലും എഴുതാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കാണാൻ പറ്റും ഞാനൊരു 6 വർഷത്തെ ഒരു പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ പെട്ടെന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കട്ട് ഓഫ് എല്ലാം തന്നെ ഒരു 69, 78, 69, 69, 68, 76 ഈ ഒരു രീതിയിലാണ് കട്ട് ഓഫ്സ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നേക്കുന്നത് എത്രയാണ്? ഒരു 78 ആണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ടാർഗറ്റ് എന്ന് പറയുന്നത് 78 ആയിരിക്കില്ല. 78 ആണ് ഏറ്റവും മാക്സിമം വന്നേക്കുന്ന കട്ട് ഓഫ്. അതുപോലെ SBIയുടെ ക്ലർക്കിന്റെ ഒരു മാക്സിമം കട്ട് ഓഫ് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ മാക്സിമം കട്ട് ഓഫ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു മാക്സിമം കട്ട് ഓഫ് പറയുകയാണെങ്കിൽ അറൌണ്ട് ഐ തിങ്ക് 82 ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേറ്റിന്റെ. സോ 82 ആയിരിക്കണം നമ്മുടെ ഏറ്റവും ഈ പറഞ്ഞ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 82 പ്ലസ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ 78 ഓൾറെഡി ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റും. സോ 82 പ്ലസ് ആയിരിക്കണം നമ്മുടെ ഒരു ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം തമിഴ്നാടും കർണാടകയുടെ കട്ട് ഓഫും കാണാൻ പറ്റും. കർണാടകയുടെ ഒക്കെ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം വന്നേക്കുന്ന റേഞ്ച് 65, 66 ഒക്കെയാണ് മാക്സിമം വന്നേക്കുന്നത്. അതുപോലെ ഇവിടെ കർണാടക നോക്കിക്കഴിഞ്ഞാലും ലാസ്റ്റ് പ്രീവിയസ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 65 തന്നെയാണ് അവിടെയും ഏറ്റവും ഹയസ്റ്റ് വന്നേക്കുന്നത്. സോ കമ്പയർ ടു കേരള, തമിഴ്നാട് ആൻഡ് കർണാടകയുടെ കട്ട് ഓഫ് അവിടെ കുറവാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ കേരളത്തിന്റെ കട്ട് ഓഫ് കുറച്ചുകൂടി ബെറ്റർ കട്ട് ഓഫ് ആണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്.
സോ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ എസ് ബി ഐയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫിന്റെ ഒരു പാറ്റേൺ. കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ പാറ്റേൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ വർഷവും നമുക്ക് ഇതേപോലത്തെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോ എക്സ്പെക്ട് ചെയ്തായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോർ എത്രയാണോ അത് വെച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ മോക്ക് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, നമ്മൾ ഒരിക്കലും 68, 69, 69, 69 അപ്പോൾ മാക്സിമം 69 അപ്പോൾ അതുകൊണ്ട് 69 സ്കോർ ചെയ്താൽ മതി എന്ന് വിചാരിക്കല്ലേ. അപ്പോൾ 69 എന്നുള്ള റിസ്ക് ഫാക്ടർ ആണ്. നമ്മൾ ഈ പറയുന്ന ഈ ഒരു 78, 82 എന്നുള്ളത് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ സേഫ് സോൺ ആയിരിക്കും. നമ്മൾ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യും, നമുക്ക് മെയിൻസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നൊരു ആംഗിളിലേക്ക് എത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് നിങ്ങൾ എപ്പോൾ അച്ചീവ് ചെയ്യുന്നോ അതുവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചിലവർ അത് ചിലപ്പോൾ ഒരു 30 മോക്കാകുമ്പോൾ അച്ചീവ് ചെയ്യും, ചിലപ്പോൾ 50 ചെയ്യുമ്പോഴായിരിക്കും അച്ചീവ് ചെയ്യുന്നത്, ചിലർ 100 ആയിരിക്കും, ചിലർ 120 ആയിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു സ്കോറിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് റീച്ച് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് നിങ്ങൾ അതിൽ വളരെ കൺസിസ്റ്റന്റ് ആവുന്ന വരെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക ടിൽ നിങ്ങളുടെ എക്സാം കഴിയുന്ന വരെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എസ് ബി ഐയുടെ ക്ലർക്കിന്റെ കട്ട് ഓഫ്. ഇനി എസ് ബി ഐയുടെ പിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ അവിടുത്തെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 63, 59, 59 ആ റേഞ്ചിലാണ് നമുക്ക് കട്ട് ഓഫ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാക്സിമം സ്കോർ എന്ന് പറയുന്നത് നമുക്ക് റഫ്ലി ഒരു 63 എന്ന് തന്നെ പറയാം. സോ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഒരു ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 70+ ആയിരിക്കണം. നമ്മുടെ ഒരു ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്നത് 70 to 75 എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടാർഗറ്റ് സ്കോർ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ മോക്ക് ചെയ്യുന്ന സമയത്ത്. സോ ഈ ഒരു 70+ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഓക്കെ നമ്മൾ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്കോർ അറ്റെയിൻ ചെയ്യുന്നവരെ, റീച്ച് ചെയ്യുന്നവരെ നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് എത്ര മോക്കാണോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത്രയും മോക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പല പല പ്ലാറ്റ്ഫോംസിൽ നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു കട്ട് ഓഫിന്റെ പാറ്റേണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ സിലബസിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ഒരു സിലബസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡിന്റെ പ്രിലിംസിന് വരുന്ന ആ ഒരു ഏരിയാസിന്റെ ഫുൾ ലിസ്റ്റ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീസണിംഗിലേക്ക് വരുമ്പോൾ റീസണിംഗിന്റെ ഒരു സിലബസ് ആണ് നിങ്ങൾ ആ കാണുന്നത്. നിങ്ങൾക്ക് അതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് ഇംഗ്ലീഷിന്റെ സിലബസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ നേരത്ത് കംപ്ലീറ്റ് ചെയ്തത് മാർക്ക് ചെയ്യാനും കംപ്ലീറ്റ് ബാക്കിയുള്ള റിമൈനിങ് ടോപ്പിക്സ് നോക്കാനും അതിന് വേണ്ടിയൊക്കെ തന്നെ. ഇനി നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വലിയ ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡെഫിനറ്റ്ലി നോക്കി നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പം ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ നിന്ന് 15 ക്വസ്റ്റിനും പി ഒ ആണെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ നിന്ന് 5 ക്വസ്റ്റിനും ഉണ്ടായിരിക്കും. അതുപോലെ ക്വാഡ്രേറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ക്ലർക്ക് ആണെങ്കിലും പി ഒ ആണെങ്കിലും ചോദിക്കുവാണെങ്കിൽ 5-5 വെച്ചാണ് ചോദിക്കുന്നത്. അതുപോലെ നമ്പർ സീരീസ് മിസ്സിംഗ് നമ്പർ റോങ് നമ്പർ ഒക്കെ ആണെങ്കിൽ 5-5 വെച്ചാണ് ചോദിക്കുന്നത്. ഡി ഐ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5 ക്വസ്റ്റ്യൻ തൊട്ട് 10 ക്വസ്റ്റ്യനും ക്ലർക്ക് ആണെങ്കിൽ ആൻഡ് പി ഒ ആണെങ്കിൽ നമുക്കത് 15 തൊട്ട് മേ ബി 18 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു 4 ടോപ്പിക്കാണ് നമ്മുടെ ഈ മാത്സിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ഏരിയ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് മാത്രം ഈ ഒരു 4 ടോപ്പിക്കിൽ നിന്ന് മാത്രം നമുക്ക് ഏകദേശം 25 ക്വസ്റ്റ്യൻ വരാനുണ്ട് ഔട്ട് ഓഫ് 35. അപ്പം വെറും നമുക്ക് പഠിക്കാനുള്ള 21 ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈവൻ റഫ്ലി 20 പിടിച്ചാൽ പോലും നമുക്ക് 20 വെറും 4 ടോപ്പിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ലെസ് ദാൻ 20% ആണ് പഠിക്കുന്നത്. ലെസ് ദാൻ 20% മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലെസ് ദാൻ 20% പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവുന്നുണ്ട്, നമ്മൾ ഓൾമോസ്റ്റ് അവിടെ നമ്മൾ കംപ്ലീറ്റ് ആവുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഏകദേശം നമ്മളൊരു എത്ര 72% അല്ലെ, ഏകദേശം റഫ്ലി നമ്മളൊരു 72 14 ഓക്കെ നമ്മൾ ഏകദേശം ഒരു റഫ്ലി 72%. നമ്മൾ ഏകദേശം 72% വെറും 20% പ്രിപ്പയർ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് വളരെ സ്മാർട്ടായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് കഴിഞ്ഞാൽ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്ന ഏരിയാസിനെ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിച്ചു നോക്കിയാൽ വെറും 20% മാത്രം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലെസ് ദാൻ 20 പഠിച്ചുകൊണ്ട് 72% കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് നമ്മൾ ഓൾറെഡി കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ആ ഒരു കട്ട് ഓഫ് എത്ര വരുന്നത്, മാക്സിമം വന്നേക്കുന്നത് 78 ആണ്, 76 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 76 ആൻഡ് ഇവിടെ 72 നോക്കിയാൽ വളരെ അടുത്തെത്തിയില്ലേ. അപ്പൊ വെറും 4 ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ ആ റേഞ്ചിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന സിംഗിൾ ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ്, റേഷ്യോ, പാർട്ട്ണർഷിപ്പ്, ഏജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഏരിയ ആൻഡ് വോളിയം, ഈ 6 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഉറപ്പായിട്ടും വരികയും ചെയ്യും. സോ ഈ ഒരു 10 ചാപ്റ്റർ മാത്രം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കവർ ആവുന്നുണ്ട്, ഓൾമോസ്റ്റ് 31 ഔട്ട് ഓഫ് 35 കവർ ആവുകയാണ്. അപ്പോൾ 31 ഔട്ട് ഓഫ് 35 എന്ന് പറഞ്ഞാൽ റഫ്ലി നമ്മൾ ഓൾമോസ്റ്റ് ഒരു 88%, ഈവൻ മോർ ദാൻ 88% എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കവർ ആവുന്നുണ്ട്. അപ്പോൾ വെറും പകുതി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും കവർ ആവുകയാണ്. സോ ഇങ്ങനെയാണ് വളരെ സ്മാർട്ടായിട്ട്
ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സിനെ സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഫാക്കൽറ്റി കൂടി ആയതുകൊണ്ട് നിങ്ങൾക്കത് ആ ഒരു രീതിയിലേക്ക് നല്ലപോലെ പറഞ്ഞു തരാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഇത്രയും ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 11 ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്? ജസ്റ്റ് 4 മാർക്കായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ വെറും 10 ടോപ്പിക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എത്ര ആയി? 31 ഔട്ട് ഓഫ് 35 ആയി. സോ ഇതേ ഒരു സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം? നിങ്ങളുടെ റീസണിംഗിൽ യൂസ് ചെയ്യാം. റീസണിംഗിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് പസിൽ, സിലോജിസം, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസിനെ സെലക്ട് ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ലൈക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ, അതുപോലെ തന്നെ ക്ലോസ് ടെസ്റ്റ്, പിന്നെ ഗ്രാമർ ഒക്കെ നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഏരിയാസ് കൂടി നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ ഇങ്ങനെ നിങ്ങളൊന്ന് വളരെ ടാർഗറ്റ് ചെയ്ത് ആ സ്കോർ കൂടി വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സിനെ ഒന്ന് ആ രീതിയിൽ റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് മാത്രം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്തിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 2.5 മന്ത്സോളം നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ 2 മന്ത്സോളം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാത്സിൽ മാത്രം തന്നെ നമ്മൾ 4 ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ എത്ര പെർസെന്റേജ് കവർ ആവുന്നുണ്ട്? 72% കവർ ആവുന്നുണ്ട് വെറും 4 ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ. അതേ ഒരു പാറ്റേൺ റീസണിങ്ങിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾ ഒരു ഓവറോൾ പഠിക്കാനുള്ള ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50ഓളം ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന റീസണിങ്ങും ഇംഗ്ലീഷും നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50+ ടോപ്പിക്ക് പഠിക്കാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പം വെറും ഒരു 12ഓളം ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എത്ര കവർ ആവുന്നുണ്ട്? ലൈക്ക് ഓൾമോസ്റ്റ് 75% നമ്മൾ കവർ ആവുന്നുണ്ട്. നമ്മുടെ കട്ട് ഓഫ് വരുന്നത് ഓൾമോസ്റ്റ് അതേ റേഞ്ച് തന്നെ വരുന്നത്. സോ അത്രയും മാത്രം പഠിച്ചിട്ട് പോകുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആദ്യമേ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ക്ലിയർ ആവാനുള്ളത് ആദ്യം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബാക്കി ഏരിയാസ് പ്ലാൻ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും ക്ലിയർ ആവും എന്നുള്ള ഒരു ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് കവർ ചെയ്തതിനു ശേഷം വളരെ സ്മാർട്ടായിട്ട് ആ ഒരു ഏരിയാസ് ആദ്യം കവർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഏരിയാസിനെ നല്ല ടാർഗറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. പിന്നെയും ഏത് ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും ആൻഡ് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഈസി ഏരിയാസ് ഏതൊക്കെയാണ് ബാക്കിയുള്ളതിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ അതിനെ ആ ഒരു പെർസെന്റേജിനെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 90% ഓഫ് ദ സിലബസ് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ നിന്ന് ഒരു 90% ഓഫ് ദ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന്റെ സിലബസും നിങ്ങൾ യൂസ് ചെയ്ത അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി SBIയുടെ എക്സാംസ് നമുക്കിനി ഒരു 2 നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും നമുക്കൊരു 1-1.5 മാസത്തിന്റെ അകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ എക്സാംസ് നമുക്ക് ഒരു 2-2.5 മാസത്തിന്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അത്യാവശ്യം സമയമുണ്ട്. സോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ ഈ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്മാർട്ടായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സമയത്തിനുള്ളിൽ വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഒരു ട്രൈ കൊടുക്കുക. നിങ്ങൾ എസ്പെഷ്യലി ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഓൾറെഡി ഇപ്പോൾ IPS RRB ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവർ അവർക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, ഇനിയുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് ഒന്ന് ഇംപ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ മോക്കും ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ടാർഗറ്റ് കൺസിസ്റ്റന്റ് സ്കോറിലേക്ക് എത്തുന്ന ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഇപ്പം റീസണിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഏതെങ്കിലും ഒരു ബാച്ചിന്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈവൻ വരാനിരിക്കുന്ന എക്സാമിനെ കുറിച്ചായാലും നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ചായാലും നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും ബാച്ചസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറായ 7736122215 എന്നുള്ള നമ്പറിൽ വിളിച്ച് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈവൻ നിങ്ങൾ വർക്കിംഗ് ആണെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബാച്ചസ് നോക്കി നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അവിടെ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക. വരാതിരിക്കുന്ന വർഷം നിങ്ങളൊരു നല്ല ജോലിയൊക്കെ കിട്ടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു സാലറി നല്ലൊരു ജോബിൽ എത്തിച്ചേരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു എല്ലാവർക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് കൂടുതൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് തന്നെ. സോ താങ്ക് യു ഓൾ.